എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഷിക്കമരു അവനാണെങ്കിൽ പണ്ട് ആസ്മ സെൻസായും അവനും അവർ രണ്ടുപേരും ചേർന്ന് ആ സോഗി ഗെയിം കളിച്ച കാര്യമെല്ലാം അങ്ങനെ ഓർത്ത് നിൽക്കുകയാണ്. അതിനുശേഷം അതിലൊരു ഡയൽ കയ്യിലെടുത്ത് ഇപ്പൊ ഒരു സെക്കൻഡ് അവൻ മിറായി ആലോചിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ മിറായും അവരുടെ ടീമും അവരെല്ലാവരും ചേർന്ന് ആ കാട് മുഴുവൻ കയറി ഇറങ്ങി ആ സ്ഥലം മുഴുവൻ എക്സ്പ്ലോർ ചെയ്ത് ഹാപ്പി ആയിട്ട് മുൻപോട്ട് പോവാണ്. അങ്ങനെ കാഷ്വലായിട്ട് സംസാരിച്ച് അവരങ്ങനെ ഹാപ്പിയായി സഞ്ചരിച്ച് ഇപ്പോ ഹോട്ട് സ്പ്രിംഗ് ഉള്ള വലിയൊരു ഗ്രാമത്തിലേക്ക് വരികയാണ്. ആ ഗ്രാമം മുഴുവൻ വലിയ വലിയ പാറകൾ കൊണ്ടും മലകൾ കൊണ്ടൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഒരു ഗ്രാൻഡ്മ അവിടേക്ക് വന്ന് നമ്മുടെ ആൾക്കാരോട് കാര്യം അന്വേഷിക്കും. അവരുടനെ ഓരോരോ കാര്യങ്ങളായിട്ട് ആ ഗ്രാൻഡ്മയോട് പറയാണ്. ഉടനെ ആ ഗ്രാൻഡ്മ പറയും, വർഷങ്ങൾക്ക് മുൻപ് വലിയൊരു മലയുടെ മുകളിൽ നിന്ന് ഒരു വലിയ പാറ അത് ഗ്രാമത്തിലേക്ക് വീണ് ഗ്രാമത്തിലുണ്ടായിരുന്ന ഹോട്ട് സ്പ്രിംഗ് അത് നശിച്ചുപോയി. ഭാഗ്യത്തിന് ജനങ്ങൾക്കോ അവരുടെ പാർപ്പിടങ്ങൾക്കോ യാതൊന്നും സംഭവിച്ചില്ല. ഉടനെ അവിടെയുള്ള ചില ആൾക്കാർ അവരിപ്പോ നമ്മുടെ ആൾക്കാരെ അവരുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം കഴിക്കാനും നമ്മുടെ അണ്ണന്മാർക്ക് കുടിക്കാനുമുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ അവർ കൊടുക്കുകയാണ്. നമ്മുടെ ആൾക്കാര് ഇപ്പൊ അവരോട് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ട് ആ വലിയ കല്ല് അത് അവിടുന്ന് തള്ളി മാറ്റിയില്ല? അത് തള്ളി മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഹോട്ട് സ്പ്രിങ് അത് തിരികെ പിടിച്ചൂടെ? അപ്പോഴായിരിക്കും അവർ പറയാ, ഞങ്ങൾ സാധാരണക്കാരാണ്, ഞങ്ങളിത് തള്ളി മാറ്റാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ ഞങ്ങളെ കൊണ്ട് അതിന് കഴിഞ്ഞില്ല. ഇറായിക്കാണെങ്കിൽ ആ സ്റ്റോറിയൊക്കെ കേട്ട് ഇപ്പൊ ആ സ്റ്റോൺ കാണാൻ ഒരു ആഗ്രഹം തോന്നും. അവൾ ആ സ്റ്റോണിന്റെ അടുത്തേക്ക് വരും. എനിക്ക് എങ്ങനെയെങ്കിലും ഇവരെ സഹായിക്കണം എന്ന് പറഞ്ഞ് അവളിപ്പോ ആ സ്റ്റോണില് ആഞ്ഞു പ്രസ് ചെയ്യും. പക്ഷെ അവൾ മുക്കറിയിട്ട് ശ്രമിച്ചിട്ടും അതിനൊരു അനക്കം പോലും ഉണ്ടാവില്ല. അപ്പൊ ആ ഗ്രാൻഡ്മയാണെങ്കിൽ അവൾക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ട് കുറച്ച് ഫ്രൈഡ് പൊട്ടറ്റോസ് കൊടുക്കും. അവൾക്ക് അതിന്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടാവും. ആ ഗ്രാമത്തിലുള്ളവരുടെ നല്ല സ്വഭാവവും അവരുടെ പ്രയാസമൊക്കെ കണ്ട് മിറായ്ക്ക് എങ്ങനെയെങ്കിലും അവരെ സഹായിച്ചേ പറ്റൂ എന്നൊരു തോന്നൽ അവളുടെ മനസ്സിൽ വരും. ഉടനെ കാക്കാഷി അവിടേക്ക് വന്ന് അവളോട് കാര്യം അന്വേഷിക്കും. കാക്കാഷി പറയും, നമ്മൾ വിചാരിച്ച ഈ ഒരു പാറ അത് അനക്കാൻ കഴിയില്ല, പക്ഷെ അതിന് പറ്റിയ ഒരാളുണ്ട്. നീ വിഷമിക്കണ്ട, അവൻ ഇവിടെ തന്നെ ഉണ്ട്. അത് മറ്റാരുമല്ല, സാക്ഷാൽ ചോച്ചി. മിറായ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷാവും. അവളിപ്പോ ചോച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അല്പസമയം കഴിയുമ്പോ ചോച്ചി വമ്പ സ്റ്റൈലില് അവിടേക്ക് നടന്നു വരുന്നത് കാണും. അവൾ ഓടിപ്പോയി ചോച്ചിയെ ഹഗ് ചെയ്ത് കാര്യം പറയും. ചോച്ചി വാത്സല്യത്തോടു കൂടെ അവളുടെ തോളിൽ തട്ടും. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യും. ചോച്ചിയുടെ പുറകിലുള്ള അവന്റെ പവറും അവന്റെ സ്റ്റൈലൊക്കെ കാണുമ്പോൾ തന്നെ മിറായി ഉറപ്പിക്കും, ചോച്ചിയെ കൊണ്ട് ആ ഒരു കല്ല് അത് തള്ളി മാറ്റാൻ പറ്റും. അത്രയും പറഞ്ഞ ആള് അടുത്ത നിമിഷം എനിക്ക് വിശക്കുന്നു എന്തെങ്കിലും തായോന്ന് പറഞ്ഞ് പൊട്ടിക്കരയാൻ തുടങ്ങും. മിറായി ആണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. ചോച്ചി പറയും എനിക്ക് നന്നായിട്ട് വിശക്കുന്നു, എനിക്കിപ്പോ അത്രയും സ്ട്രെങ്ത് ഇല്ല, നല്ല രീതിയിൽ ഫുഡ് കഴിച്ചാൽ മാത്രമേ ആ പാറ അത് തള്ളി മാറ്റാൻ പറ്റൂ. അരമണിക്കൂർ മുമ്പാണ് ഞാൻ അല്പ ഫുഡ് കഴിച്ചതെന്ന് പറഞ്ഞ് അവനിപ്പോ നിലത്ത് കിടക്കും. അത് കണ്ട മിറായി ആണെങ്കിൽ കുറച്ച് പൊട്ടറ്റോസ് ഒക്കെ അവന് കഴിക്കാനായിട്ട് കൊടുക്കുകയാണ്. അത് കണ്ട ആക്രാന്തത്തില് അവൻ കിട്ടിയത് മുഴുവൻ എടുത്ത് നിമിഷ നേരങ്ങൾ കൊണ്ട് അകത്താക്കി വെള്ളം കുടിക്കും. ചോച്ചി ആ ഫുഡൊക്കെ കഴിച്ച് ഇപ്പൊ റെസ്റ്റ് എടുക്കാണ്. അതിനുശേഷം ആസുമ സെൻസായെ കുറിച്ചുള്ള കുറച്ച് കാര്യം അവളോട് പറയും. ആസുമ സെൻസായി നല്ലൊരു മാസ്റ്റർ ആയിരുന്നു, ഞങ്ങൾ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഞങ്ങൾക്ക് ഈ ഒരു കടുക്കൺ അത് തന്നതുപോലും സെൻസായി ആണ്. സെൻസായിക്ക് അത്രയും കഴിവും പവറും ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും ഇത്രയും നന്നായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്ത് മുൻപോട്ട് പോകുന്നത്. ഇതിനെല്ലാം കാരണക്കാരൻ മാസ്റ്റർ തന്നെയാണെന്ന് പറഞ്ഞ് ആളെ ആസുമ സെൻസായുടെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അവൾക്ക് പറഞ്ഞു കൊടുക്കും. അവൾക്കും ഒരു സെക്കൻഡ് അവളുടെ പപ്പയെ ഓർത്ത് അഭിമാനം തോന്നും. പിന്നീട് ആ ചിപ്സ് മുഴുവൻ തിന്നു തീർത്ത് അവൻ സൂപ്പർ എക്സ്പെൻഷൻ ചിപ്സു അതുപയോഗിച്ച് ആ പാറ അത് തള്ളുകയാണ്. ആ ഗ്രാമത്തിലുള്ളവർക്ക് അപ്പോഴായിരിക്കും നമ്മുടെ ആൾക്കാർ എല്ലാവരും ഷിനോബികളാണെന്ന് മനസ്സിലാവുക. ചോച്ചിയുടെ പവറൊക്കെ കണ്ട് അവർ കണ്ണിമ വെട്ടാതെ ആ കല്ല് തള്ളി മാറ്റുന്ന കാര്യം നോക്കി നിൽക്കും. ഉടനെ മിറായിയും കാക്കാഷിയും മൈഗയും അവര് 4 പേരും ചേർന്ന് ആ പാറ തള്ളും. ജനങ്ങൾക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര ആവേശം. അവരും ഓടി വന്ന് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത് ആ പാറ തള്ളി മാറ്റാൻ തുടങ്ങും. അടുത്ത നിമിഷം ചോച്ചി അവൻ ആ ബട്ടർഫ്ലൈ മോഡിലേക്ക് പോയി പാറക്കിട്ടൊരു ഒറ്റ അടി. ആ ഒരു അടിയിൽ പാറ തെറിച്ചു പോവും. ആ ഹോട്ട് സ്പ്രിങ് അതിപ്പോ അങ്ങനെ പുറത്തേക്ക് ഒഴുകുകയാണ്. ഗ്രാമവാസികളെല്ലാവരും അത് കണ്ട് തുള്ളിച്ചാടും. ചോച്ചിയാണെങ്കിൽ അത്രയും പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവന്റെ ബോഡി അത് സ്ലിമ്മായി പോവും. മിറായുടെ കണ്ണിലെ സന്തോഷം കണ്ട് ചോച്ചിക്ക് ഒരു സെക്കൻഡ് പഴയ ആസ്മ സെൻസായി ഓർമ്മ വരും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ചോച്ചി അവൻ നമ്മുടെ ആൾക്കാരോട് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഒരു ചിപ്സ് ഒക്കെ കഴിച്ച് നടന്നു പോവാണ്. അതിനുശേഷം മിറായും ടാസുമയും അവർ രണ്ടുപേരും ഇപ്പൊ ഹോട്ട് സ്പ്രിങ്ങിൽ കുളിക്കുകയാണ്. ഉടനെ ടാസുമേ അവളിപ്പോ മിറായോട് പറയും, ഞാൻ നിന്നോട് ഒരു വലിയ കള്ളം പറഞ്ഞു. ആക്ച്വലി ഞാൻ എൻ്റെ അമ്മയുടെ ആഗ്രഹത്തിന് വേണ്ടി
വേണ്ടിയല്ല ഈ ഒരു ട്രിപ്പിന് ഇറങ്ങി തിരിച്ചത്. എല്ലാ ഹോട്ട് സ്പ്രിങ്ങിലേക്കും വരിക, അവിടെ വന്ന് അതിൽ കുളിക്കുക എന്നത് മാത്രമാണ് എന്റെ ലക്ഷ്യം. ഈ ഹോട്ട് സ്പ്രിങ്ങിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമുക്കിവിടെ വെച്ച് മരിച്ചുപോയവരെ കാണാൻ കഴിയും. അത് കേട്ട് മിറായി അവിടെ ഒരു സെക്കൻഡ് ഷോക്കാവും. മിറായിക്കാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയില്ല. നീ എന്താ പറയണേ? മരിച്ചുപോയവരെ കാണാൻ പറ്റൂന്നോ? അതിനവള് പറയും, അതെ, ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നിനക്ക് നിന്റെ പപ്പയെയും അതിലൂടെ കാണാൻ പറ്റും. മിറായി ആണെങ്കിൽ ഒരു സെക്കൻഡ് ഈ പാസുമ സെൻസയെ കുറിച്ച് ഓർക്കും. അതിനുശേഷം അവർ തിരികെ റൂമിലേക്ക് വന്ന് റെസ്റ്റ് എടുക്കുകയാണ്. മൈഗയും കാക്കാഷി മാസ്റ്ററും അവർ രണ്ടുപേരും കൂർക്കം വലിച്ചുറങ്ങുമ്പോഴും അവളുടെ മനസ്സിൽ ആസുമ സെൻസായും അവള് പറഞ്ഞ കാര്യങ്ങളും മാത്രമാണ്. എനിക്കും എന്റെ പപ്പയെ കാണണം. മിറായി അവിടുന്ന് സ്പീഡിലോടി ഇപ്പൊ ടാസുമയുടെ അടുത്തേക്ക് വരികയാണ്. മിറായി പറയും, ഞാനും നിന്റെ കൂടെ വരുന്നുണ്ട്. നീ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ എനിക്ക് എന്റെ പപ്പയെ കൂടെ കാണണമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും മാപ്പൊക്കെ എടുത്ത് പുറത്തേക്ക് നടന്നു പോവും. അവർ കുറച്ചു ദൂരം മുൻപോട്ട് വരുമ്പോ ആൾതാമസം ഒന്നുമില്ലാത്ത ഒരു പ്രദേശത്തേക്ക് വരും. ടാസുമിക്കാണെങ്കിൽ ആ സ്ഥലം കാണുമ്പോൾ കുറച്ച് പേടിയൊക്കെ തോന്നും. പക്ഷെ മിറായി അവൾ സ്ട്രോങ് ആയിട്ട് നിൽക്കും. ടാസുമി ഓരോ സ്റ്റെപ്പും കെയർഫുള്ളായി മുൻപോട്ട് വെക്കും. അപ്പോഴായിരിക്കും ഏതോ ഒരു തുണി വന്ന് അവളുടെ മുഖത്ത് വീഴുക. അവൾ പേടിച്ച് നിലവിളിക്കും. അതുകൊണ്ട് മിറായി അവളെ ആശ്വസിപ്പിക്കും. മിറായിക്കാണെങ്കിൽ അവളെ കാണുമ്പോൾ മൈഗൈ സെൻസൈ ഓർമ്മ വരും. മൈഗയുടെ ഓരോ കുത്സിത പ്രവൃത്തിയൊക്കെ അവൾ ടാസുമിക്ക് പറഞ്ഞു കൊടുത്ത് ടാസുമിയെ ചിരിപ്പിക്കും. അതിനുശേഷം വീണ്ടും അവർ മുൻപോട്ട് പോകും. അവരാണെങ്കിൽ കുന്നും മലയൊക്കെ താണ്ടി ഒരുപാട് ദൂരം മുൻപോട്ടേക്ക് പോകും. അതിനുശേഷം ഹോട്ട് സ്പ്രിങ്ങിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഒരു പ്രത്യേക സ്ഥലത്ത് വിശ്രമിക്കുകയാണ്. അപ്പോഴായിരിക്കും ടാക്സുമി പറയാ, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അമ്മയെ കാണുക എന്നത് മാത്രമാണ്. അമ്മയെ കണ്ട് അമ്മയോട് മാപ്പ് ചോദിക്കണം. കാരണം അമ്മ മരിക്കുന്നതിന് തൊട്ടു മുൻപ് ഞാനും അമ്മയും വലിയ ഫൈറ്റ് ഇട്ടിരുന്നു. അമ്മയോട് മാപ്പ് പറയാനായി ഞാൻ അമ്മയുടെ അടുത്തേക്ക് തിരികെ വന്നപ്പോഴേക്കും എന്റെ അമ്മ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അവൾ ഒരുപാട് സങ്കടത്തില് തല താഴ്ത്തി നിൽക്കും. അതിനുശേഷം അവൾ ആസുമയെക്കുറിച്ച് ചില കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. നിന്റെ അച്ഛൻ ഒരു ഷിനോബി അല്ലേ? ചോച്ചിയുടെയൊക്കെ മാസ്റ്റർ അദ്ദേഹമല്ലേ? അദ്ദേഹത്തെ പോലെ നല്ലൊരു ഷിനോബിയുടെ മകളായി നീ ശരിക്കും ഭാഗ്യവതിയാണ്. അത് കേട്ട് അവൾ ഒരുപാട് സന്തോഷത്തില് അങ്ങനെ ഇരിക്കും. അതിനുശേഷം അവർ രണ്ടുപേരും വീണ്ടും അവരുടെ യാത്ര ആരംഭിക്കും. മിറായി ആണെങ്കിൽ ഇപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവൾ മനസ്സിൽ അവളുടെ പപ്പയെ ഡയറക്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യുന്നത് പോലെ ഇമാജിൻ ഒക്കെ ചെയ്യും. പിന്നീട് അവൾ ടോക്സുമയെ തൂക്കിയെടുത്ത് വലിയ ആറിലൂടെ എടുത്തു ചാടിയും വലിയ വലിയ മരമൊക്കെ വെട്ടിയിട്ട് അതിലൂടെ അവർക്ക് പോകാനുള്ള വഴിയൊക്കെ ഉണ്ടാക്കിയും അങ്ങനെ ഫുൾ പവറിൽ മുൻപോട്ട് കുതിച്ചു പായും. ടോക്സുമിക്കാണെങ്കിൽ ഇപ്പൊ മിറായുടെ പവറും കഴിവൊക്കെ കണ്ട് ഒരുപാട് അത്ഭുതം തോന്നും. അങ്ങനെ അവർ കാഷ്വലായിട്ട് സംസാരിച്ച് മുൻപോട്ടേക്ക് വരുമ്പോഴായിരിക്കും രണ്ട് വഴി അവരുടെ മുൻപിൽ കാണുക. ആക്ച്വലി ആ മാപ്പിൽ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഇതിലേത് വഴിയായിരിക്കും കറക്റ്റ് എന്ന് ചിന്തിച്ച് അവരങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അപ്പോഴായിരിക്കും മറ്റൊരു പെൺകുട്ടി അവിടേക്ക് വരിക. അവളെ കണ്ട് നമ്മുടെ ആൾക്കാർ ചെറുതായിട്ടൊന്ന് പേടിക്കും. ഉടനെ അവള് പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ എന്തിനു വന്നോ അതിനുവേണ്ടി തന്നെയാണ് ഞാനും ഇവിടേക്ക് വന്നത്. ഞാൻ ആ ഹോട്ട് സ്പ്രിങ്ങിലേക്ക് പോയിട്ട് വരുന്ന വഴിയാണ്. ഇതാണ് കറക്റ്റ് വഴി അവിടേക്ക് പോകാനുള്ളതെന്ന് പറഞ്ഞ് അവളൊരു വഴി ചൂണ്ടിക്കാണിക്കും. മിറായി അവളോട് ചോദിക്കും, നിങ്ങൾ ആരെങ്കിലും അവിടെ വെച്ച് കണ്ടോ? അതിനവള് പറയും, അതെ, ഞാൻ കണ്ടു. എന്റെ ബ്രദർ മരിച്ചു പോയതാണ്. അവനെ കാണാനാണ് ഞാൻ അവിടേക്ക് പോയതെന്ന് പറഞ്ഞ് അവളിപ്പോ ആ ഹോട്ട് സ്പ്രിങ്ങിന്റെ അടുത്തേക്ക് നമ്മുടെ ആൾക്കാരെ കൊണ്ടുചെല്ലും. അവിടെ രണ്ടുപേര് കാവലിൽ നിൽപ്പുണ്ട്. അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ച് ഒരു ഗുഹയ്ക്കുള്ളിലൂടെ നമ്മുടെ ആൾക്കാരെ രണ്ടുപേരെയും അവൾ കടത്തിവിടും. മിറായിക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അവൾ പപ്പയെ കാണാനുള്ള ആവേശത്തിൽ മുൻപോട്ട് പോവും. അവർ നടന്ന് ഇപ്പൊ ആ ഗുഹയ്ക്ക് പുറത്തേക്ക് വരുമ്പോഴായിരിക്കും അവരെ പോലെ തന്നെ ഒരുപാട് ഗേൾസ് അവിടെ കാത്തു നിൽക്കുന്നതായിട്ട് കാണാം. അതിലൊരു പെൺകുട്ടി പറയും, വാവ്, നിങ്ങൾ രണ്ടുപേരൂടെ വന്നപ്പോ നമ്മുടെ ടീം അത് 20 പേര് തികഞ്ഞു. ആക്ച്വലി ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെ മരിച്ച ആൾക്കാരെ കാണാനായിട്ടാണ് ഇവിടേക്ക് വന്നത്. 20 പേരുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു റിച്വൽ അത് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയൂന്ന് പറഞ്ഞ് അവരിപ്പോ നമ്മുടെ ആൾക്കാരെയും കൂട്ടി മറ്റൊരിടത്തേക്ക് പോവും. അവിടെയാണെങ്കിൽ ഏതോ ആളിപ്പോ അവരുടെ അടുത്തേക്ക് വന്നിട്ട് പറയും, ഞാൻ റീആനിമേഷൻ ജിപ്സുവിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാനും അതിനെക്കുറിച്ച് നിങ്ങളെ ബോധവാന്മാരാക്കാനുമാണ് ഇവിടേക്ക് വന്നത്. നിങ്ങളിൽ പലരും റീആനിമേഷൻ ജിപ്സുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവാം. പക്ഷേ ഞാനത് നല്ല രീതിയിൽ മോഡിഫൈ ചെയ്തെടുത്തിരിക്കുകയാണ്. സോ അതുപയോഗിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അടുത്ത സെക്കൻഡ് ആള് ഇപ്പൊ ഏതോ ഒരു പെൺകുട്ടിക്ക് നേരെ വിരൽ ചൂണ്ടും. നിന്റെ പേരെന്താണ്?
നിനക്ക് എന്താണ് ആവശ്യം? അവള് പേര് പറഞ്ഞ് അവളുടെ ഫ്രണ്ടിനെ കാണണം എന്നുള്ള ആവശ്യം ആളോട് പറയും. ആളാണെങ്കിൽ അവളെ അടുത്തേക്ക് വിളിച്ച് ഒരു ഹുഡിയൊക്കെ അവൾക്ക് ഇടാൻ കൊടുത്ത് ഹോട്ട് സ്പ്രിംഗ് പോലുള്ള ഏതൊരു സ്ഥലത്തേക്ക് അവളെ പറഞ്ഞയക്കുകയാണ്. ആ പെൺകുട്ടിയാണെങ്കിൽ ഇപ്പൊ അവളുടെ ഫ്രണ്ടിനോട് സംസാരിക്കാൻ തുടങ്ങും. അത് കണ്ട് ടാക്സിമി ആണെങ്കിൽ ഇപ്പൊ ആളുടെ അടുത്തേക്ക് ഓടി വരും. എനിക്ക് എന്റെ അമ്മയെ കാണണമെന്ന് അവൾ ആവശ്യപ്പെടും. ഉടനെ അവൾക്ക് ഒരു ഹുഡിയൊക്കെ കൊടുത്ത് അവളെയും ആ ഹോട്ട് സ്പ്രിംഗിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കും. അവളും അവളുടെ തൊട്ടു മുൻപിലായി എന്തോ ഒരു നിഴല് പോലുള്ള രൂപം കാണും. ആ രൂപത്തിൽ നിന്ന് വരുന്ന ശബ്ദം അത് അവളുടെ അമ്മയുടേത് തന്നെയാണ്. അവളാണെങ്കിൽ ഒരുപാട് വിഷമത്തില് അമ്മയോട് സംസാരിക്കാൻ തുടങ്ങും. അടുത്തതായിട്ട് മിറായി അവളിപ്പോ അവളുടെ പപ്പയെ കാണണമെന്ന് ആളോട് ആവശ്യപ്പെടും. ആളൊരു ഹുഡിയും കൊടുത്ത് അവളെയും ആ ഹോട്ട് സ്പ്രിംഗിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കും. അവൾ ദൂരത്തായിട്ട് അവളുടെ പപ്പയുടെ നിഴല് അത് കണ്ട് ഷോക്കാവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.